സാധാരണ ട്വിൻസിൽ ഒരാളായിരിക്കും ഡോമിനേറ്റ്. ഇവിടെ രണ്ടുപേരും ഒരുപോലെ കുരുത്തക്കേടാണ്. പക്ഷെ തങ്കത്തിനൊരു ശകല ഒരു പൊടിക്ക് കൂടുതലുണ്ട്. കാര്യം പറയാം, ഒരു പഴം തിന്നാ പഴത്തൊലി അവിടെ ഇടും. ഇപ്പൊ ഒരു പഴത്തൊലി ഇടണ്ടെങ്കിൽ അവൾ ആ കാലം എന്റെ ഉപയോഗത്തോടെ വെച്ചിട്ട് അങ്ങനെ നടന്നു. പിന്നെ അത് ഞാൻ വന്നിട്ട് എടുക്കണം. എന്ത് സാധനം ഉണ്ടല്ലോ അവിടെ ഇട്ടേക്കണം. ഞാൻ ആദ്യം എനിക്ക് മാരേജ് വന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. 4 വട്ടം പറഞ്ഞു. 5 ചുമ്മാ പപ്പ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചപ്പം എനിക്ക് ആ ലുക്ക് കണ്ടത്. ഞാൻ പറഞ്ഞ ഇതാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. പപ്പ ആ ഓക്കെ കിട്ടിയത് അതുവരെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. കോൺജൂറിങ് കാണാൻ പോയി. എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ഇപ്പൊ ഞാൻ ആരുടെയെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോ ഉടനെ എന്റെ അടുത്ത് പറയും പുള്ളി പ്രൊഡ്യൂസർ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ദാരിദ്ര്യം. ഹോംവർക്ക് ഉണ്ടെങ്കിലും ഇവര് തന്നെ ഇരുന്ന് ചെയ്യത്തേ ഉള്ളൂ. എന്തെങ്കിലും അത് വലിയ ഹോംവർക്ക് ഒന്നും കൊടുക്കാറില്ല. അല്ല ടീമല്ല, സത്യം പറഞ്ഞ അല്ല എന്റെ കുറ്റം പറയല്ലോ. എല്ലാത്തിനും ബാക്ക് ആൻസർ ഉണ്ട്. എല്ലാത്തിനും തിരിച്ച് ആൻസർ. ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്താ ഇപ്പൊ പോണ്ട, ഞാൻ പോയാലിപ്പോ എന്താ, അങ്ങനെ എല്ലാത്തിനും തിരിച്ച ആൻസറാ. ഈ അടുത്ത് ചാടല്ലേ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേസ് കൊടുക്കേണ്ട കാര്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു. നമ്മൾ കുറെ നാൾ കൂടി കാണുന്നു, അപ്പൊ അവർ കാണുമ്പോൾ അയ്യോ തടി കൂടിയല്ലോ എന്ന് പറയുന്ന അതെനിക്കൊരു ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. മലയാളത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു മലയാളം സിനിമയുടെ അകത്ത് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ വന്നപ്പോൾ അവരെ മലയാളത്തിന്റെ എക്ത കപൂർ എന്നാണ് അന്ന് മാധ്യമങ്ങൾ എഴുതി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാന്ദ്ര തോമസ് ആണ് അത്. സാന്ദ്ര തോമസും കുടുംബവും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് മൂവി വേൾഡിൽ ജോയിൻ ചെയ്യുന്നു. മൂവി വേൾഡ് മീഡിയയിലേക്ക് സാന്ദ്ര തോമസിന്റെ കുടുംബത്തിന് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ചെറുപ്പത്തിലെ ക്രിസ്മസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്മസ് ഉണ്ടോ? പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് എല്ലാം എനിക്ക് ഭയങ്കര മെമ്മറബിൾ. കാര്യം ഞാൻ വളർന്നത് മുഴുവൻ തൃശ്ശൂരാ. അപ്പൊ എല്ലാ ആഘോഷങ്ങളും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂര്. അപ്പൊ പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ഭയങ്കര ഈ പുൽക്കൂടുണ്ടാക്കലും ട്രീ വെക്കലും പള്ളിയിലെ പരിപാടികളും എല്ലാമായിട്ട് ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. അപ്പൊ ഈ ക്രിസ്മസ് എപ്പോഴും കൊച്ചിലെ മുതലേ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എറണാകുളത്ത് വന്നതിന് ശേഷം അങ്ങനെ വലിയൊരു ക്രിസ്മസ് ഓർമ്മകളൊന്നുമില്ല. എല്ലാം തൃശ്ശൂരത്തെ ക്രിസ്മസ് ഓർമ്മകളാണ്. അവിടുത്തെ പെരുന്നാളുകള്, ക്രിസ്മസ്, ഓണം എല്ലാം ഭയങ്കര ആഘോഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു മറ്റ് കേരളത്തിലെ മറ്റ് ഡിസ്ട്രിക്റ്റുകളെ വെച്ച് തൃശ്ശൂർ ഇച്ചിരി ഒരു പടി അതിന് മുകളിലാണ്. അപ്പൊ കുറെ നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ട് എനിക്ക്. ആഘോഷിക്കാതിരിക്കുക കാര്യം തൃശ്ശൂർക്കാർക്കില്ല. എല്ലാത്തിനും ആഘോഷമാണ്. ആഘോഷം കഴിഞ്ഞിട്ടല്ലേ അവിടെ ബാക്കി കാര്യങ്ങളുള്ളൂ. നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം സാധാരണ ഇപ്പം ഇന്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കിയിരുത്തുക, അവരെ ഭയങ്കരമായിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യിക്കുക, ക്യൂട്ടായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കപ്പിൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ തങ്കക്കുറിസുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിനും അവരിങ്ങനെ നടക്കും. നമ്മുടെ ക്യാമറാമാന് കഴിവുണ്ടെങ്കിൽ മാത്രം അവരെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും അവരവരുടെ ഇഷ്ടത്തിന് വിടുക, അവരെ ഗ്രോ ചെയ്യാൻ വിടുക. ഇത് ആളുകൾ എന്തായിരിക്കും ആളുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ആളുകൾ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴോ അവരെന്താ റെസ്പോണ്ട് ചെയ്യാം? ആളുകൾ അത് ശ്രദ്ധിക്കണ്ടോന്ന് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയല്ല. കുറച്ചൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. കൊച്ചിലെ ഇങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാത്തിനും ബാക്ക് ആൻസർ ഉണ്ട്. എല്ലാത്തിനും തിരിച്ച് ആൻസർ. ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്താ ഇപ്പൊ പോണ്ട, ഞാൻ പോയാലിപ്പോ എന്താ, അങ്ങനെ എല്ലാത്തിനും തിരിച്ച ആൻസറാ. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അശ്വൻ വരട്ടി പേടിപ്പിക്കും ചില സമയത്തൊക്കെ പേടിപ്പിക്കും. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ദേഷ്യപ്പെട്ടും വരട്ടിയൊക്കെ 10 വയസ്സ് വരെ പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം അനുസരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ സ്നേഹം കൊണ്ടാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ അത് ചെയ്യാൻ പറ്റും. സ്നേഹം കൊണ്ട് നടക്കാത്തപ്പോഴാണല്ലോ നമ്മൾ ചെയ്യണത്. സ്നേഹത്തോടെ പറഞ്ഞാ എന്തും കേൾക്കും. നമ്മൾ വിളിച്ചിരുത്തി സ്നേഹത്തോടെ നമുക്കും ആ ക്ഷമ കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ആ ക്ഷമ ഉണ്ടാവില്ല. നമ്മൾ വേറെ പല കാര്യങ്ങളിലും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. ആ ടെൻഷനും എല്ലാം ആയിട്ടിരിക്കുമ്പോഴേക്കും പിള്ളേർ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നത് അത് കാണുമ്പോഴേക്കും കയ്യിന്ന് പോകും, ദേഷ്യം വരും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട ആള് ഞാനാണ്. എനിക്കാണ് കൂടുതൽ ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഞാൻ കൂടുതൽ കുറച്ചുകൂടെ അവരെ വഴക്ക് പറയാറില്ല. അങ്ങനെ മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ എന്നാലും അടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ കൗണ്ട് ചെയ്യും. 1 2 3 4 5 അത് ആ 10-നുള്ളിൽ അവരാ എന്താണ് കുരുത്തക്കേട് കാണിച്ചത് നിർത്തണം.
10 കഴിഞ്ഞ അടി കിട്ടും. അപ്പൊ അവർക്ക് ആ ടൈം കിട്ടുമ്പോ ഉടനെ നിർത്തും. അതല്ല ഇപ്പൊ ഒരു സാധനം ചെയ്യരുതെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ പോയി അടിക്കാനും ഇത് ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ അടി കൊള്ളാനേ നേരം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അവര് ആ 10 എണ്ണിയാലും കേൾക്കത്തില്ല. അതൊക്കെ അവര് നമ്മുടെ കൂടെ ഉണ്ടും. 1 2 3 4 5 പിന്നെ ബാക്കി അവരുണ്ടും 6 7 8 9 10. അത് ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാ. സാധാരണ ട്വിൻസിൽ ഒരാളായിരിക്കും ഡോമിനേറ്റ്, ഒരാൾ ഒരു ഇച്ചിരി ഇവിടെ രണ്ടുപേരും ഒരുപോലെ കുരുത്തക്കേടാണ്. പക്ഷെ തങ്കത്തിനൊരു ശകല ഒരു പൊടിക്ക് കൂടുതലുണ്ട് കുരുത്തക്കേട്. ഈ ഒരേ സമയം 2 കുട്ടികൾ ഉണ്ടാവില്ലേ, ഒരു കുട്ടി തന്നെ നോക്കാൻ വേണ്ടിട്ട് 2 പേര് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് പല വീടുകളിൽ. 2 കുട്ടികൾ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തിരുന്നത്? നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുപോലെ ഉറക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് അങ്ങനെ ഉറക്കം ഇനിഷ്യലി ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മൾ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആണല്ലോ. പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും. അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞങ്ങള് ടേൺസ് എടുക്കുമായിരുന്നു. കൂടുതൽ ഞാനാ നോക്കി, ഇവള് നോക്കിയിട്ടില്ല, ഇവള് കിടന്ന് ഉറങ്ങായിരുന്നു. എനിക്ക് 10 മണി കഴിഞ്ഞ് എനിക്ക് ഉറക്കം പോകുന്ന ഒരു സാധനം. എനിക്ക് ഒന്നാമത് എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പ്രീനേറ്റൽ ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സി സെക്ഷനും കഴിഞ്ഞ് 2 വരുന്നത്. അതിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഉറക്കം പോവാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ കുറെ കിടന്ന് പാട്ടൊക്കെ പാടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും കുറവാ, ഞാനാ കൂടുതല്. രണ്ടുപേരെ ഒരാൾ മിക്കവാറും കുൽസുമായിരുന്നല്ലേ, രണ്ടുപേരും ബഹളം ഉണ്ടാക്കും. പിന്നെ തങ്ക ഒരു 12 മണി 12:30 ആകുമ്പോ ഉറങ്ങും. ഇവള് കിടക്കുന്നില്ല, ഇവളൊരു 4 മണിയാവുമായിരുന്നു ഉറങ്ങും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടുതൽ കഥകൾ പഠിക്കണം, റൈംസ് പഠിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന? അങ്ങനെ ഹോംവർക്ക് ഒന്നും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇപ്പൊ ഹോംവർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കൊടുത്തു വിട്ടു ഇവർക്ക് വായിക്കാൻ. ബുക്ക് കൊടുത്തു വിട്ടു. അപ്പൊ അത് തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കൊണ്ടു കൊടുക്കണം. അപ്പൊ പിറ്റേ ദിവസം തന്നെ കൊണ്ടു കൊടുത്തപ്പോഴേക്കും അവരത് എടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ലൈബ്രറി ക്ലാസ് ഉള്ളു. അപ്പൊ അത് ഡെയിലി കൊണ്ടുപോയി ആ ലൈബ്രറി ബുക്ക് മുഴുവൻ നനഞ്ഞുപോയി. ബുക്ക് വെള്ളം വീണിട്ട് അത് നനഞ്ഞു. അപ്പം അവിടുന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് മെയിൽ വന്നു, ഇത് റീപ്ലേസ് ചെയ്യണം, ഒന്നിലെ റീപ്ലേസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ബുക്കിന്റെ പൈസയും അതിന്റെ ഫൈനും എല്ലാം കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു മേലാൽ ഇനി പിള്ളേരുടെ ലൈബ്രറി എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് വായിക്കാനാ, ഇങ്ങോട്ടൊരു സാധനം കൊടുത്തു വിട്ടേക്കരുത്. അവര് ഇവിടെ ഇരുന്ന് വായിക്കണ്ട, ഇവിടെ കളിക്കാൻ വരുന്നതാ. ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി, അവിടെ ഇരുന്ന് പഠിക്കോ വായിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിപ്പം ഇപ്പൊ ഹോംവർക്ക് ഉണ്ടെങ്കിലും ഇവര് തന്നെ ഇരുന്ന് ചെയ്യത്തേ ഉള്ളൂ. എന്തെങ്കിലും അത് വലിയ ഹോംവർക്ക് ഒന്നും കൊടുക്കാറില്ല. എന്നെ എഴുതിയത് അങ്ങാണ്ട് തെറ്റിയപ്പോ ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇത് മറ്റേ ഈ ഋഷിന്റെ സിനിമ ഏതായിരുന്നു, വൈശാലി, ഇടയ്ക്കിടയ്ക്ക് അശരീരി വരില്ലേ, അതുപോലെ മോളിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മള് കുട്ടികളുണ്ടാകുന്ന സമയത്താണ് മനസ്സിലാക്കാന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് സെൽഫ്ലെസ്സിൽ ഒരാളെ ഏറ്റവും അധികം ലവ് ചെയ്യാൻ പറ്റും, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ അപ്പോഴാണ് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക എന്നൊക്കെ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അതനുഭവിക്കുന്നുണ്ടോ? പിന്നെ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കെപ്പോഴും ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഫാമിലിയോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. എനിക്കിപ്പോഴും അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിള്ളേർ. അതായത് ആ ഒരു എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പിള്ളേർക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് എല്ലാം ചെയ്യുക അതൊന്നുമില്ല. എനിക്ക് എന്റെ കാര്യങ്ങളും ഉണ്ട്. അവർ ഒരു ഇൻഡിവിജ്വൽ ആണ്. തങ്കം ഒരാളാണ്, കുൽസു ഒരാളാണ്. അവർക്ക് അവരുടെ നീഡ്സ് ഉണ്ട്. അവർ ഞങ്ങളുടെ കൂടെ വളരുന്നു എന്നുള്ളത് മാത്രമുള്ളൂ. അല്ലാതെ അവർക്ക് വേണ്ടി സകലതും കളഞ്ഞ് ഞാൻ എൻ്റെ ലൈഫ് അവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുക എന്നുള്ള കാര്യമൊന്നും ഇതില്ല. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ തന്നെ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു അമ്മയോട് ഇങ്ങനെ ജീവിക്കാൻ, ഞങ്ങൾ പറഞ്ഞു അമ്മയോട് അത് സാക്രിഫൈസ് ചെയ്യാൻ. ഇതൊക്കെ ഈ പിള്ളേർ തന്നെ നമ്മളോട് ചോദിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പൊ ഞങ്ങൾ ഇവരോട് എപ്പോഴും പറയും, ഇപ്പം അപ്പയുടെ അമ്മയുടെയും കയ്യിലുള്ള കാശ് അപ്പയ്ക്കും അമ്മയ്ക്കും ഉള്ളതാണ്. അത് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കണം. അത് എന്തെങ്കിലും ഗിഫ്റ്റ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. അങ്ങനെ അല്ലാതെ അപ്പ വാങ്ങിച്ചു തരും, അമ്മ വാങ്ങിച്ചു തരില്ല. അപ്പ ചില ഗിഫ്റ്റുകൾ അപ്പയ്ക്ക് ഇങ്ങനെ ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇവരുടെ സന്തോഷം കാണുന്ന ഇഷ്ടമാണ്. ഇപ്പൊ ഇവർക്ക് ക്യാമറ വാങ്ങിക്കൊടുത്തു. അത് അവൾക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആംഗിളിൽ എടുക്കും. ഞാൻ തന്നെ സർപ്രൈസ് ആയി പോയിട്ടുണ്ട് അവൾ എടുത്തേക്കുന്ന അത്. അതേപോലെ ഈ ഫോണിനകത്ത്
കളർ കറക്ഷൻ ഒക്കെ ചെയ്ത് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ചുമ്മാ കുത്താൻ മാത്രമേ അറിയത്തുള്ളൂ. പോളറോയിഡ് ഇല്ലേ, പോളറോയിഡ് ക്യാമറ, അത് രണ്ടെണ്ണം ഇൻസ്റ്റന്റ് ഫോട്ടോസ്. ഇൻസ്റ്റന്റ് ഫോട്ടോ. ഓക്കെ, നൈസ്. പറയൂ, അപ്പൊ സെൽഫ്ലെസ് ആയിട്ട് കുട്ടികളെയാണ് ലവ് ചെയ്യാൻ പറ്റുക? എനിക്ക് അങ്ങനെ അവർക്ക് കഴിഞ്ഞിട്ടേ പിന്നെ അത് എനിക്ക് ആദ്യം ഇവരുണ്ടാകുന്നതിന് മുന്നേ ഞാനായിരുന്നു, എനിക്കായിരുന്നു പ്രയോറിറ്റി. അതിപ്പോ മാറി, അത് ഓട്ടോമാറ്റിക്കലി മാറിയതാ. വിവാഹം കഴിഞ്ഞിട്ടേ ഈ ആളുകൾ ഇങ്ങനെ ഇന്റർവ്യൂനകത്തോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഭാര്യയാണോ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ മക്കളാണോ ഭാര്യയാണോ അങ്ങനത്തെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് റീൽസ്. ഞാൻ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ അമ്മയാണോ എന്നൊന്നുമല്ല, അത് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ അതല്ലേ ഞാൻ ചുമ്മാ നൈസായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ പക്ഷേ ദേഷ്യം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേൾക്കുന്നത്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ എന്തെങ്കിലും മിണ്ടണ്ടേ. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ വെറുതെ നമുക്ക് ഓരോരുത്തരുടെ ലൈക്സ് ഡിസ്ലൈക്സ്, അപ്പം ഇഷ്ടമുള്ള കളർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളിങ്ങനെ അറിയാൻ വേണ്ടി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാറുമല്ലോ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ്, ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മൊമെന്റ് ഏതാ, ഏറ്റവും ഓർത്തിരിക്കുന്ന മൊമെന്റ്സ് എന്താ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബോണ്ട് കൂടാനും ഒക്കെ നല്ലത്. നമ്മളത് ഷെയർ ചെയ്യുന്ന ഭയങ്കര നല്ലത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൈങ്കിളിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബോണ്ട് കൂടാൻ നമ്മളത് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും അതിനെ കുറിച്ച് ആലോചിക്കുമല്ലേ, ആ മൊമെന്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. വേറെ ആരും അച്ഛനോട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല, ഇന്റർവ്യൂസിലൊന്നും ചോദിച്ചിട്ടില്ല. ഇവളിങ്ങനെ കുറെ പൊട്ടത്തിലൊക്കെ ചോദിക്കും. ഡേറ്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഡേറ്റ്സ് ഇപ്പൊ കുറവ് മറവിയൊക്കെ ഉണ്ട്. നമ്മുടെ ആനിവേഴ്സറി എന്നാ? ജൂലൈ 11th അല്ലേ? ഓഗസ്റ്റ് 7th ഇവിടെ ബർത്ത്ഡേ. നേരത്തെ പറയാം. കുട്ടികളുടെ April 3rd. ഈ വീട്ടിലേക്ക് എപ്പോഴാണ് താമസം മാറി? അത് 3 years ആയി. ഇപ്പൊ മറവിയുണ്ട്. മറവിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ വരത്തില്ല. അത് ഇവക്ക് എനിക്കല്ല. ഈ വയസ്സായപ്പോ എന്താ പറയാ, അല്ലെങ്കിൽ വയസ്സായിരുന്നു ആർക്ക്? ഏജ്ഡ് ആയി അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കോ? അല്ലല്ലോ, ഞാനിപ്പോഴും 18. മനസ്സ് 18. അത് മനസ്സിൽ അത് വെറുതെ പറയണല്ലോ കേട്ടോ, ശരിക്കും അങ്ങനെയാണ്. ഞാന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കും, ഇനി എങ്ങനെയാ മുന്നോട്ട് പോവാ, അല്ല ഇതെന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ദേശം പറയും, കല്ല് വല്ലി നീ ഇതൊക്കെ വിട്ടുകളാ, ഇതൊക്കെ കടന്നു പോകും. നമ്മൾ ഈ ടെൻഷൻ അടിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും അത് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള വലിയ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഏപ്രിൽ സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് സുരേഷ് ഏട്ടനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹം ആയിട്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ സിനിമ ചർച്ചകളോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? സുരേഷ് ഏട്ടനെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത്, ഞാൻ എന്റെ സിനിമയെ ഇവരെല്ലാരോടും ഉപദ്രവിച്ചപ്പോ ഞാൻ ഡെസ്പറേറ്റ് ആയിട്ട് എല്ലാരെയും വിളിച്ച കൂട്ടത്തിൽ സുരേഷ് ഏട്ടനെയും വിളിച്ചു. അതിനു മുമ്പ് അദ്ദേഹമായിട്ട് വലിയ ദീർഘബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പക്ഷെ എന്നെ സഹായിച്ചത് സുരേഷ് ഏട്ടൻ മാത്രമേ. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ വിളിച്ച് ഒരു 3-4 സ്ഥലത്തെങ്കിലും വിളിച്ച് ചോദിച്ച് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഹായിച്ചത് സുരേഷ് ഏട്ടൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹമായിട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം പറ്റത്തില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പൊ അന്ന് നമ്മള് ഈ പറഞ്ഞ പോലെ അന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ ബൈറ്റ് എടുക്കാൻ വന്ന സമയത്തും വെറും അങ്ങനെ ഇവിടെ ചിരിച്ച് കളിച്ച് നടക്കുമായിരുന്നു. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട്. അതിന്റെ പിന്നിലൊരു കാര്യം എന്താണ്? കേരളം മൊത്തം അങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഷനൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ അതിന്റെ വെറുതെ ടെൻഷൻ അടിച്ച് നമുക്ക് ഭയങ്കര കൂളെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഇതൊക്കെ വന്ന സമയത്ത്. അശ്വന് എങ്ങനെ എടുക്കുക എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് ആ സമയത്ത് എടക്കരയിലായിരുന്നു. അന്ന് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാന്ന് തോന്നുന്നു വന്നത് അല്ലേ? അന്ന് കുറച്ചു നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ കൂളായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാര്യം എല്ലാത്തിനും വിളി വേണ്ട, വഴക്ക് വേണ്ട, ഒന്നും പറയണ്ട, ആ ഒരു ഇതാ നമ്മൾ എന്തേലും കാണിക്കട്ടെ, ആൾക്കാർ എന്ത് വേണേലും പറയട്ടെ ചെയ്യട്ടെ, ആ ഒരു സാധനം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ബ്രോന്റെ ഓർമ്മയിലുള്ള ഏറ്റവും കളർഫുൾ ആയ ക്രിസ്മസ് അതെപ്പോഴാ? ക്രിസ്മസ് എന്റെ കോളേജ് ടൈംസിൽ ക്രിസ്മസ് കാരലിന് പോകും. ഞാനായിരുന്നു കൊട്ടുന്നത്, ഡ്രമ്മർ. അപ്പൊ ഞങ്ങള് 350 വീട്ടുകാരുള്ളത് നമ്മുടെ പള്ളിയില്. അപ്പൊ ഞങ്ങൾ 3-4 days ഇറങ്ങും. അപ്പൊ അന്ന് ആ സമയത്തൊക്കെ ഇപ്പം എനിക്ക് നാട്ടിൻ പ്രദേശമൊക്കെ വണ്ടിയിലാണ് പോകുന്നത്, പിക്കപ്പയിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ അന്നൊക്കെ നടന്നു പോകണം നമ്മള്.
അപ്പൊ നമ്മളിപ്പോ ഓരോ ദിവസം ഇത്ര വീട് കവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരള പാടാൻ അറിയത്തില്ലേ, കേരള പാടാൻ പോകും. അപ്പൊ ഏതെങ്കിലും ഇങ്ങനെ പോകുമ്പോ ഏതെങ്കിലും വീട്ടിൽ നല്ല കപ്പയും ബീഫൊക്കെ കാണും, രാത്രി 3 മണിക്ക് കിട്ടും. അതൊക്കെ പ്രതീക്ഷിച്ച് പോകും നമ്മള് കഴിച്ചു കഴിഞ്ഞ്. അങ്ങനെ അതൊരു ആ ഒരു സമയം രസം. ഇപ്പൊ അങ്ങനെ വലിയൊരു ഇത് തോന്നിയിട്ടില്ല. അന്ന് വേറൊരു വൈബായിരുന്നു, എല്ലാവർക്കും താല്പര്യമായിരുന്നു. ഇപ്പത്തെ ജനറേഷൻ അത് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഈ അടികപ്പേരെ കൂട്ടമണി ഇറങ്ങുന്നത് ഒരു ക്രിസ്മസിനല്ലേ? അപ്പൊ ആദ്യമായിട്ടല്ലേ ഒരു ക്രിസ്മസിന് അന്ന് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കും ക്രിസ്മസ് ഒരു വശത്തും എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലോട്ട് കടന്നു വരുന്ന കാര്യങ്ങൾ? അല്ല, അതൊരു ക്രിസ്മസ് സിനിമ എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഓരോ സിനിമ ഇറങ്ങാനൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, ഇത് എങ്ങനെ ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മള് കൺസീവ് ചെയ്തൊരു രീതിയിലേ ആയിരിക്കില്ല ആൾക്കാർ അത് മനസ്സിലാക്കുന്നതും കാണുന്നതും ചിരിക്കുന്നതും ഒന്നും. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചിലെയാണ് ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട്, എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ ക്രിസ്മസ് ആഘോഷം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് സിനിമയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങള് ഈ ആദ്യം ചെയ്തത്, എനിക്ക് ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ മീഡിയ ബൈയിങ് ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു മുകേഷ് ഫൗണ്ടേഷന്റെ ഒരു ഏജൻസി ഇത് നമ്മൾ എടുത്തു. അപ്പം അതിന്റെ ഈ ഫൗണ്ടേഷന്റെ കാശ് പിരിക്കാനായിട്ട് ക്രിസ്മസിന് നമ്മൾ എന്തെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഇതില് അന്ന് ഞാനും എൻ്റെ സിസ്റ്ററും നമ്മുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫായിട്ട്, ജാക്സൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും, സാജിദിനെ അറിയില്ല, ഡയറക്ടർ സാജിദ്. അപ്പൊ സാജിദ് ഞങ്ങൾ എല്ലാരും കൂടെ കൊടുങ്ങല്ലൂര് റോഡിൽ കൂടെ ഒക്കെ നടന്ന് ആക്ച്വലി എല്ലാവരും കടയിലും ഒക്കെ കയറി പൈസ പിരിച്ചിട്ടുണ്ട്. അത് മുകേഷ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് കാറിൽ രാത്രി എറണാകുളം ടൗണിൽ കൂടെ ബഹളം ഉണ്ടാക്കി പോവുകയും ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. ബസിലിക്ക പള്ളിയിലും ഒക്കെ പോയി. അപ്പൊ എല്ലാരും ഭയങ്കര നോട്ടമായിരുന്നു. കാര്യം ഞങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട്. ഞാൻ വലുതായി കഴിഞ്ഞ് എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു സാധനം ക്രിസ്മസിന്റെ ഓർമ്മയുള്ള ഒരു സാധനം തന്നെ. അല്ലാതെ സിനിമ ഇറങ്ങുന്ന സമയത്തൊന്നും ആ സിനിമ എന്നുള്ളതല്ലാതെ ആ ക്രിസ്മസുമായിട്ട് അതിനെ എനിക്ക് കണക്ട് ചെയ്യാനേ പറ്റിയിട്ടില്ല. സിനിമയുടെ വേൾഡ് ഇപ്പൊ സാന്ദ്രയുടെ ചുറ്റും സിനിമയാണല്ലോ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വേൾഡ് ആ ഒരു ഫെയിം ഗെയിം അത് കാണുമ്പോൾ എന്താ തോന്നാറ്? കുറെ ആളുകൾ, ജെന്യുവൻ അല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളുകൾ, അങ്ങനെ നെഗറ്റീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്തവരും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്ര അധികം ടെൻഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് രീതിയിൽ കൂടെ നിൽക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിൽക്കാറുണ്ട്. നമ്മളെ ഈ സിനിമയുടെ അകത്ത് എൻ്റർ ആവുന്ന സമയത്തെ ഒരു സിനിമയുമായി വർക്ക് ചെയ്യുന്ന ലേഡിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പം സിനിമ ഫീൽഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ലേഡി ആയെങ്കിൽ അവർക്ക് അത്ര കാര്യക്ഷമമായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാനൊന്നും അറിയുന്നുണ്ടാവില്ല, ഇവരുടെ ഫുൾ ബാക്ക് ചെയ്യുന്ന വേറെ കുറെ ഫോഴ്സസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ എത്രമാത്രം സത്യം ഉണ്ടാവും? അങ്ങനത്തെ കുറെ സാധനങ്ങൾ അച്ഛനുണ്ടായിരുന്നു. അതായത് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഭയങ്കര പൈസക്കാരാണ്, പുള്ളി പ്രൊഡ്യൂസർ അല്ലേ. ഇപ്പൊ ഞാൻ ആരുടെയെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ എന്റെ അടുത്ത് പറയും പുള്ളി പ്രൊഡ്യൂസർ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ദാരിദ്ര്യം. അതിലും ഇപ്പം 2 തരം പൈസ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. നമുക്ക് കാണാമല്ലോ, നമുക്ക് അറിയുന്നതാണല്ലോ. ഇല്ലാത്തവരാന്ന് തോന്നുന്നു കൂടുതലും. ഇപ്പൊ ആളുകൾ തന്നെ പറയില്ലേ, സിനിമയിൽ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഈ സെലിബ്രിറ്റീസിനൊക്കെ ആദ്യം കാണുമ്പോൾ ഒരു സ്റ്റാറിനെ നമ്മൾ കാണുന്നു, ആ ഒരു ഫയർ, ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ്. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് ഞാൻ ഇപ്പൊ അടുത്ത അവിടെ ഞാൻ പുള്ളിയെക്കാളും വലിയ ആളെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുള്ളൂ. അല്ലല്ല, കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടേഴ്സിൽ 2 പേരും, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ അവരൊന്നും വലിയ ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫേവറേറ്റ് ജഗതി. അങ്ങനെ ഞാൻ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഐഡൽ ഉണ്ടല്ലോ, എനിക്ക് ആക്ടർ തിലകൻ, അങ്ങനെ കുറെ പേര്, അങ്ങനെ കുറച്ച് പേരെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അവരെ അങ്ങനെ എന്താ ഒരു ആരാധന എന്നൊന്നും പറയില്ല. വേറൊരു കോമഡി ആക്കണം. ചെമ്പൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചെമ്മന്റെ വണ്ടിയിലാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. വണ്ടി അവിടെ ഇവിടെ മുട്ടിച്ചാണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ബഹളാണ്. അപ്പൊ വണ്ടി, പിന്നെ എന്റെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവില്ല, എന്റെ വണ്ടി അവിടെ മാറ്റിയിടേണ്ടി വരും, അതാ ഇതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര. ഞാൻ അതായത് തല കൈവച്ച് എന്റെ ദൈവമേ ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. ചെമ്പൻ വന്ന് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞു, ഒരു ഫോട്ടോ. പക്ഷെ ഞാൻ ഫോട്ടോ എടുത്തു, പക്ഷെ ഞാൻ എന്റെ ഒറ്റ ഫോട്ടോയും പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ ചില ആൾക്കാരെ ഇഷ്ടമെന്ന് പറയില്ലേ, ചെമ്പനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടമുള്ളവരെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കൊടുക്കും, പക്ഷെ പോസ്റ്റിംഗ് ഒന്നുമില്ല എവിടെയും. ഒരു ഫോട്ടോ ഞാനുണ്ടല്ലോ കഥ പറയുമ്പോഴില്ലേ ഇങ്ങനത്തെ ഒരു സാധനം, നമുക്ക് ഇഷ്ടമല്ല ബൊക്കെ ആയിട്ട് വരുന്നത്.
എന്താ ശരിക്കും ഇനി ഭാവി സിനിമ പരിപാടികൾ? അങ്ങനെ എന്തെങ്കിലും പ്ലാനോ സ്വപ്നോ? അങ്ങനൊന്നുമില്ല, അങ്ങനെ സ്വപ്നം ഒന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം, അത് തന്നെ. അടുത്ത പ്രൊജക്ട് വരാ അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എനിക്കിപ്പം ഇപ്പൊ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി അല്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. ഇപ്പം അറ്റ് ദ മൊമെന്റ് എനിക്കിപ്പോ ഫാമിലിയുമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് മീ ടൈമും കുറച്ച് ഇവരുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം കുറച്ച് നാളുകളായിട്ട് അതില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് സിനിമ എന്ന് പറഞ്ഞ അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ അത് ഇനിയിപ്പോ കുറച്ചൊന്നും ഞാൻ പയ്യെ ഓരോന്ന് ചെയ്യുന്നുള്ളൂ. പക്ഷെ മൂവീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ളതും അതുപോലെ ഈ വൃത്തിയൊക്കെ ഉണ്ടല്ലോ, ഇത് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്? പിന്നെ ചില സമയത്ത് ഇത് ഇവളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റാ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയില്ലാത്ത ആളല്ല. വൃത്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, പില്ലോ ഇങ്ങനെ 4 പില്ലോയും കൂർത്ത് നിൽക്കണം. ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങാൻ പാടില്ല. ഇന്റർവ്യൂവിനൊക്കെ ഇവിടെ ആൾക്കാർ വന്നു കഴിയുമ്പോ അവര് ചെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമല്ലോ, എന്നിട്ട് തിരിച്ച് അതേപോലെ ഇട്ടിട്ടാ പോവാ. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കും, കുഴപ്പമൊന്നുമില്ല, എല്ലാം അതുപോലെ തന്നെയാ. പക്ഷെ അച്ഛൻ വന്ന് നോക്കുമ്പോ ഫുൾ പ്രശ്നമാണ്. അത് ഇച്ചിരി മാറി വെക്കുന്നു, അതിന്റെ കോണർ ഇങ്ങോട്ട് തെറ്റിയേക്കുന്നു. അങ്ങനെ അതൊരു അസുഖമാണ്, അതൊരു OCD എന്ന് പറഞ്ഞ അസുഖമാണ് എന്നിവര് പറയുന്നു. എന്നാ ഇതൊക്കെ ക്ലീൻ ആയിട്ടൊക്കെ വെക്കും. ഡ്രസ്സ് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അവസാനം ഒരു കഴിക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാത്തിലും വൃത്തി വേണ്ടേ, എല്ലാ സാധനത്തിലും വൃത്തി വേണം. ഡ്രസ്സ് മാറി കൊടുക്കൂല, വേറെ ആർക്കും കഴുകാൻ കൊടുക്കൂല. പിന്നെ എന്തൊക്കെയോ രീതിയിലാണ് അത് കഴുകുക. 10 മിനിറ്റ്സേ കഴുകുള്ളൂ. അത് എന്നിട്ട് വെള്ളം കളയാൻ പാടില്ല. വെള്ളം ഇങ്ങനെ അയെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് തൊട്ട് ഇടണം. പണ്ടൊട്ടിട്ട് ഞാൻ തന്നെ എന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാലം നമ്മൾ ചെയ്യും. ഇവിടെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ തന്നെ കഴുകും, ഞാൻ തന്നെ തേക്കുക, അല്ലെങ്കിൽ അത് മടക്കി വെക്കും. അതൊക്കെ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഓർഡർലി വെക്കണതും അത് എനിക്ക് കാണുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാ. നമ്മളൊരു OCD എന്നല്ല, ഇപ്പൊ ഒരു വീട്ടിലോട്ട് വരുമ്പോ നമുക്ക് ആ വീട് വെച്ചേക്കുന്ന രീതിയെ കാണുമ്പോൾ മനസ്സിലാവല്ലോ. ആലവിളിയായിട്ട് കളിക്കണ അവിടെ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. ഒരു ഓർഡർലി അല്ലായിരിക്കും. അത് നമുക്ക് ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ വരുമ്പോ എനിക്കൊരു നമ്മൾ വീട്ടിലോട്ട് വരുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് വേണ്ടേ. ഇതെല്ലാം കൂടെ വലിച്ചു വാരി മത്സിട്ടാ എനിക്കൊരു ഹാപ്പിനെസ്. നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം, മമ്മി അങ്ങനെ തന്നെയാട്ടോ, കുറച്ച് സന്തോഷം. വീട് നീറ്റായിരിക്കണം എന്ന് വെച്ചിട്ട് അതെല്ലാം തുടല ഇതൊന്നല്ല. നമ്മളിപ്പോ അവിടെ പോയി ഇരിക്കുക, അത് ഇതൊന്ന് വിളിച്ചിട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ നമ്മുടെ ഒരു. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊരു സെറ്റിലിരുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റ് എപ്പോഴും നമ്മൾ ആ സാധനം കൃത്യമായിട്ട് എടുത്തിട്ടിട്ട് പോവാൻ പറ്റുമോ? ഇവളുടെ കാര്യം പറയാം. ഇവിടെ ഇരുന്നൊരു പഴം തിന്ന ആ പഴത്തോലെ അവിടെ ഇടും, ഉള്ള കാര്യം പറയാം. പിന്നെ അത് ഞാൻ വന്നിട്ട് എടുക്കണം. ഇപ്പൊ ഒരു പഴത്തൊല്ലി ഇടണ്ടെങ്കിൽ അവൾ ആ കാലം അതിന്റെ ഉപയോഗത്തോടെ വെച്ചിട്ട് അങ്ങനെ നടന്നു പോകും. സത്യമായിട്ട് പറയാം, ക്യാമറ പറയണല്ലോ. സത്യമാണ്, അവൾ ഇരുത്തിയാണല്ലോ പറഞ്ഞത്. അല്ല അമ്മ എന്തെങ്കിലും പഴത്തൊല്ലി എന്തെങ്കിലും എടുക്കാറുണ്ടോ? കഴിച്ച ബെഡ്റൂമിലെ കഴിച്ച സൈഡിലിടലല്ലേ? പഴത്തൊലി ആകട്ടെ അല്ലെങ്കിൽ മറ്റേ അനാറാകട്ടെ, എന്ത് സാധനം ഉണ്ടല്ലോ അവിടെ ഇട്ടേക്കണം. അല്ല ടീമല്ല, സത്യം പറഞ്ഞ അല്ല എന്റെ കുറ്റം പറയല്ലോ. അവരും കണക്കാ. തങ്കുൽസുമാർക്ക് ഒരു 10 വർഷം കഴിഞ്ഞാൽ ടീനേജ് ഒക്കെ ആവൂലോ. നമ്മള് ടീനേജിലാണല്ലോ നമ്മുടെ പാരന്റ്സ് ആയിട്ടൊരു ചിന്തിക്കാൻ ഒരു എതിർപ്പും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാ കടന്നു പോകാതെ ആലോചിച്ചിട്ട് അതാ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇപ്പോഴേ നമ്മൾ അതിന് മൈൻഡ് സെറ്റ് ആക്കിയില്ലെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഇവരെ വരട്ടാൻ പറ്റൂല. വരട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇതിലേക്ക് അവര് ഇപ്പൊ പ്രത്യേകിച്ച് തങ്കം, നമ്മളിപ്പം അടിക്കാനോ വഴക്ക് പറയാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കും അനങ്ങാതെ. അതൊന്നും ബാധിക്കുന്നില്ല. അതിലും നല്ലത് അതിനൊന്നും പോവാതിരിക്കുക നല്ലത്. അതല്ലാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് പിന്നെയും കുഴപ്പമില്ല. പേടിയാ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു ടീനേജേഴ്സ് ഓർക്കുമ്പോ? ഭയങ്കര റിബൽ ആയിട്ടുള്ള ഞാൻ അങ്ങനെ വലിയ റിബലൊന്നും അല്ല. ഞാൻ പണ്ടും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ പ്രതികരിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു വലിയ പ്രശ്നക്കാരിയോ ബഹളക്കാരിയോ ഒന്നും ആയിരുന്നില്ല. പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞാൻ പിന്നെ വഴക്കിന് തോന്നുന്നു. നമ്മള് സമാധാനപ്രിയൻ. വഴക്കുണ്ട ഇതിൽ ചെയ്തോ, ഞാൻ ഈ വഴിക്ക് പോയിക്കോളാം. അത് പണ്ട് ചെറുപ്പത്തിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ടേബിൾസ് അടിക്കാൻ വേണ്ടി അടി കിട്ടിയത്. ഇങ്ങനെ കോർണറിൽ കൊണ്ടിട്ട് അടിക്കും.
ഇപ്പോഴത്തെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ല, കുട്ടികൾ ചീത്ത പറഞ്ഞാൽ അവർക്ക് ട്രോമ ഉണ്ടായിരിക്കും, കുട്ടികൾക്ക് എന്താ പറയുക അവർ എക്സാംസിൽ ഫെയിൽ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫെയിൽ വന്നാൽ അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ പാരൻറ്റിങ്ങിന് വേറെ രീതിയിലൊക്കെയാണല്ലോ അതിൻ്റെ തിയറീസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത് എത്രമാത്രം പ്രാക്ടിക്കലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സാധ്യത എന്താണെന്നൊക്കെ ആലോചിക്കാറുണ്ടോ? പ്രാക്ടിക്കലാണ്, അത് പ്രാക്ടിക്കൽ അല്ല ഒന്നുമില്ല. ഇപ്പൊ അവര് തോറ്റിട്ട് വന്നാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ 2 ആഴ്ച ക്ലാസ് കളഞ്ഞ് ദുബായി പോയേക്കുമായിരുന്നു. ഇനിയിപ്പോ ഒരു 3-4 ആഴ്ച ഇനിയും പോകുന്നില്ല, ഇനിയും ട്രിപ്പാണ്. അപ്പൊ അങ്ങനെ പഠിച്ചങ്ങ് വലിയതാവണം അവരുടെ സോഷ്യൽ സ്കിൽസ് ഉണ്ടാവാനും അവർക്കൊരു ബേസിക് നോളജ് ഉണ്ടാവാൻ. ഇപ്പൊ ഈ എഐയും ഇത്രയൊക്കെ ഇത് അഡ്വാൻസ്ഡ് ആയ ഒരു കാലത്ത് നമ്മൾ സ്കൂളിലിരുന്ന് കുത്തിയിരുന്ന് മഗപ്പ് ചെയ്യുക എന്ന് പറയുന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നല്ല, വെറുതെ കുട്ടികൾക്ക് അനാവശ്യമായ സ്ട്രെസ് കൊടുക്കലാണ്. സ്കൂള് കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എത്ര മണി ഒന്നുമില്ല, അവർക്കൊരു ലൈഫില്ല, കളിക്കാൻ സമയമില്ല. അപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് ഒന്നുമില്ല, എല്ലാം ഇൻഡോർ ഉള്ള. ഇപ്പൊ സ്കൂളുകൾ തന്നെയും AC ആണ്, പിന്നെ സ്കൂളിൽ തന്നെ ഫുഡ് ഭയങ്കര മെക്കാനിക്കലായി കുട്ടികളൊക്കെ. അപ്പം പിന്നെ പിള്ളേർ കഴിക്കുന്ന ഫുഡ് ഇതെല്ലാം മാറി. മനുഷ്യർ കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കണില്ല ഇപ്പൊ കുട്ടികൾ. ഇപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലേസ്, ബിങ്കോ, പിന്നെ ഈ ഏരിയേറ്റഡ് ഡ്രിങ്ക്സ്, ഫ്രൂട്ടി, ഇങ്ങനത്തെ സാധനങ്ങളല്ലേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നേ. ഏത് കുട്ടിയെ നോക്കിയാലും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഫോണും നോക്കിയിരിക്കുന്നതാണ്. എനിക്ക് ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം വേറെ ഇല്ല. എനിക്ക് പിള്ളേര് കളിക്കേണ്ട പ്രായത്തിൽ അവർ കളിക്കാതെ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഈ വെർച്വൽ ഓട്ടിസം ആണ് കുട്ടികളിൽ. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുമ്പോഴൊക്കെ ചിലര് സാറ്റർഡേ ഒക്കെ പിള്ളേർ വന്നു കഴിഞ്ഞ് ഫുൾ ടൈം അവര് 1 സെക്കൻഡ് കണ്ണിങ്ങനെ നോക്കുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പൊ ഫുൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ പേരൻസിന് അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഫോൺ കൊടുത്ത് പിള്ളേർ ബഹളം ഉണ്ടാക്കില്ല, പിള്ളേർ അടങ്ങി അവിടെ ഇരുന്നോളും എന്നുള്ളതാണ്. പക്ഷെ എന്നേക്കും അങ്ങനെ അങ്ങ് ഇരുന്നോളും. അവര് ഒരു തരത്തിലും അവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആവില്ല. എന്തോ ഈ കാണിക്കുന്നേ കള്ളത്തത്തില് നമ്മള് റിമോട്ട് എടുത്ത് മാറ്റി വെക്കല ഞങ്ങള്. എന്തെങ്കിലും മറന്നുപോയാ അവർ ഓൺ ചെയ്തിരിക്കും. എന്നാലും ബാക്കിയുള്ള കുട്ടികളെ അനുസരിച്ചിട്ട് അപേക്ഷിച്ചിട്ട് ഇവർക്ക് അത്രയും ഫോൺ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. കൊടുക്കില്ല. ഞാൻ കണ്ട അപ്പം ഞാൻ റീല് കാണും രാത്രി. ഞാൻ കിടക്കാൻ നേരത്ത് കുറച്ച് ഒരു 5 മിനിറ്റുള്ളിലൊന്നും എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. അതിനുള്ളിൽ ഞാൻ കട്ടില് കാണുന്നത് ഞാൻ ഉറങ്ങിപ്പോകും. ലാസ്റ്റ് കിടക്കാൻ നേരം കുറച്ചു നേരം റീല് വെക്കുമ്പോ ഇവരിരുന്ന് അടുത്തിരുന്ന് വല്ലതും കാണും, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇവർക്ക് കളിക്കാൻ ഫോൺ കൊടുക്കൂല. എങ്ങനെയാ ആ തീരുമാനത്തിലേക്ക് എത്തിയത്? കാരണം എന്റെ ഫോണൊന്നും ഇവർ തൊടത്തു പോലും ഇല്ല, അങ്ങനെ നിർത്തി. ചെവി ഇവർക്ക് ഭയങ്കര പേടിയാ ചെവിന്നൊക്കെ, ഭയങ്കര. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കും. അപ്പൊ അതിലായിരിക്കും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതല്ലാതെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആദ്യത്തെ കപ്പിൾ നിങ്ങളായിരിക്കും. അല്ല ഇതിന്റെ മറ്റേ അതെ, ക്രിസ്മസ് സ്പെഷ്യൽ വന്നിട്ടുള്ള ഞാനൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്രിസ്മസിന് അനുബന്ധിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ നോളജ് ആണ്. എല്ലാരും ചോദിക്കുന്ന പരിപാടി. ചോദിച്ചോ. ജനറൽ നോളജ് GK. നമ്മളെപ്പോഴും ക്രിസ്മസിന് ഉപയോഗിക്കുന്ന സാധനമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ഉത്ഭവിച്ചത് ഉണ്ടായത് ഒറിജിനേറ്റ് ചെയ്ത രാജ്യം ഏതാണ്? സ്കാൻഡിനേവിയൻ കൺട്രി ആയിരിക്കും. ഫിൻലാൻഡ് ആണോ? സ്കാൻഡിനേവിയൻ കൺട്രി ആണോ? അത് അല്ല. നോർവേ അല്ലേ? അല്ല. അമേരിക്കയാണോ? നാസിമൊക്കെ ബന്ധപ്പെട്ട്. ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീസ് ഒറിജിനേറ്റ് ചെയ്തത്. കുഞ്ഞു യേശുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആളുകൾ ആരാണ്? രാജാക്കന്മാര്. കുഞ്ഞു യേശുവിനെ ആദ്യം കണ്ടുമുട്ടിയ ആദ്യം കണ്ടത് മാതാവ്. അല്ലല്ല, അവരല്ലാതെ മദർ മേരി. അവരല്ലാതെ പിന്നെ കാണുന്ന ആട്ടിടയന്മാര്. ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഏതാണ്? ചൈനയാണോ? പറയാൻ പറ്റില്ല, അതും ഉണ്ടാക്കുമല്ലോ അവര്. കാനഡ. കാനഡ. കാനഡ.
അപ്പൊ ഒന്നേ പെട്ടെന്ന് പറയണേ, ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് നഗരത്തിലാണ് യേശു ജനിച്ചത്? ജെറുസലേം. അല്ല, ജെറുസലേം അല്ല, ബെത്ലഹേം. ജെറുസലേമിൽ ബെത്ലഹേം. പക്ഷെ ബെത്ലഹേം കറക്റ്റ് ഉത്തരം. നീ പറഞ്ഞോ, കേൾക്കുമ്പോ പറഞ്ഞോ. കൊച്ചു ആൻസർ ചെയ്തോ, ആരാദ്യം ആൻസർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഏതെന്റെ ചോദ്യം കഴിഞ്ഞു പോയി. എന്നാലും കഴിഞ്ഞോ? ജീസസ് ക്രൈസ്റ്റിന്റെ മദറിന്റെ പേരെന്താ? ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദറിന്റെ പേരെന്താ? ജീസസ് ക്രൈസ്റ്റിന്റെ അങ്കിളിന്റെ പേരെന്താ? എനിക്കറിയില്ല. അങ്കിളുണ്ട്, അങ്കിളാണെന്ന് പറയപ്പെടുന്നു, എനിക്കറിയത്തില്ല. സ്നാപക യോഹന്നാനില്ലേ? ഓക്കെ ഓക്കെ. സ്നാപക യോഹന്നാൻ അങ്കിളാണെന്ന് പറയുന്നത് പലതരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്. സ്നാപക യോഹന്നാനാണല്ലോ ജീസസ് ക്രൈസ്റ്റിനെ ഇത് മുക്കുന്നേ, മാമോദീസ മുക്കുന്നേ. സ്നാപക യോഹന്നാൻ ബാപ്റ്റിസ്റ്റ്. നിങ്ങള് കേക്ക് വൈൻ ഏതിന്റെ ആളുകളാ? കേക്കും വൈനും കഴിക്കും. രണ്ടും കഴിക്കും. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ ആദ്യമേ കിട്ടി ബോധിച്ചത്. ഇപ്പൊ വൈൻ അല്ലെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? പണ്ടൊക്കെ, ഇപ്പളില്ല, നേരത്തെ വീട്ടില് അപ്പം അങ്ങനെയൊക്കെ. ക്രിസ്മസിന് എപ്പോഴും നല്ല ഫുഡ് ആയിരിക്കും. ക്രിസ്മസ് ദിനത്തിലാണ് ഡിസംബർ 20 അന്ന് ഹെവി ഫുഡ് ആയിരിക്കും. രാവിലെ തൊട്ട് പള്ളിപ്പോക്ക്, ഇങ്ങനെ ആളുകളെ കാണാൻ, അത് ഒരു സെലിബ്രേഷൻ എന്നുള്ള ഇതിലല്ലാതെ ഞാൻ സത്യത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് എന്നെ ഒന്നും കാണുന്നില്ല. ഒരു എല്ലാരും കൂടെ ഒരു കണ്ടുമുട്ടാനായിട്ടൊക്കെ ഉള്ളൊരു സ്ഥലവും ഞാനല്ല. അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കി? ഓരോരുത്തർക്ക് അവരവരുടേതായ, ഞാൻ അങ്ങോട്ടും കയറി ഇതിലും കയറി ഇടപെടാറില്ല, പക്ഷെ ഇങ്ങോട്ടും ഇടപെടാറില്ല. പക്ഷെ ഡിഫറൻസസ് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് ആർഗ്യുമെന്റ് അല്ല, ചില കാര്യങ്ങള് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനല്ല, ഇവള് യൂഷ്വലി ഇൻസ്റ്റയിൽ എന്തെങ്കിലും കാണുമല്ലോ, അപ്പൊ അതിങ്ങനെ ഫോർവേഡ് ചെയ്ത് തരും. അങ്ങനെ അതേ ഉള്ളു, അല്ലാതെ സംസാരം ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് റിലേറ്റഡ്. നമുക്ക് പയ്യെ പയ്യെ ആളുകളിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട്. വിശ്വാസമുള്ള ആളാണോ? പിന്നെ കഴിഞ്ഞ ദിവസം ശബരിമല പോയിട്ട് ഏത്തിസ്റ്റ് ആണോ അതോ സെക്കുലർ ആണോ, എന്താ ശരിക്കും ചന്ദ്ര? അങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് സത്യത്തില് എനിക്കും അറിയില്ല. ഞാൻ അങ്ങനെ ഒന്നിനെയും തള്ളുന്നുമില്ല കൊള്ളുന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ 12ാം ക്ലാസ് വരെ കാറ്റിസം പഠിച്ച ഒരാളാണ്. കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. എല്ലാ ദിവസവും കുർബാന കൊണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. മാത്രമല്ല പള്ളിയില് എനിക്ക് നല്ല അക്ഷരസ്ഫുടത ആയതുകൊണ്ട് എല്ലാ ദിവസവും ബൈബിള് വായന എന്റെ ചുമലിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബൈബിളിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പോഷറും ഇതും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം, യാത്രകളും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അപ്പം ഇവര് അതിനെന്താ പ്രശ്നം, ഇതെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പവർ എന്ന് പറയുന്ന ഒരു കാര്യം, ഡിവൈനിറ്റി ഒക്കെ ഉള്ളിൽ തന്നെയാണെന്ന് തോന്നി തുടങ്ങി. അങ്ങനല്ല ഒരു എക്സ്റ്റേണൽ ഗോഡ് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരിലും ഗോഡ് ഉണ്ട് എന്ന് വെച്ചാൽ ദൈവമുണ്ട്, എല്ലാത്തിലും ആ ദൈവകണം ഉണ്ട്. എല്ലാ ജീവനിലും, എല്ലാ വസ്തുവിലും, മനുഷ്യരിലും, കിളികളിലും, മൃഗങ്ങളിലും, ചെടികളിലും, ട്രീസിലും, എല്ലാത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാത്തിനോടും സ്നേഹത്തോടെയും കമ്പാഷനോടെയും കൈൻഡായിട്ടും പെരുമാറുക എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് മാറി. ഈ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമുണ്ടല്ലോ, ക്രിസ്മസിന് സ്കൂളിലേക്കും കോളേജിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഇപ്പൊ നല്ല ഓർമ്മ. കഴിഞ്ഞ ദിവസം പിള്ളേർ അവര് കൊടുത്തിരുന്നു. അപ്പൊ ഗിഫ്റ്റ് വാങ്ങാൻ പോയായിരുന്നു. കൊടുത്തിട്ടുണ്ട്, സ്കൂളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ വാങ്ങിച്ചെടുത്ത പിള്ളേർക്ക്? ഈ സക്കുലന്റ് ഇല്ലേ, ചെറിയ സക്കുലന്റ് പ്ലാന്റ്. അപ്പൊ അതാവുമ്പം എന്നും കുട്ടികൾ അവിടെ കൊണ്ടുവച്ചാലും, ഇതിപ്പോ നമ്മളൊരു കളിപ്പാട്ടോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ കുറച്ചു ദിവസം കളിക്കും, പിള്ളേർ കളയും. ഇതൊരു ചെടിയാവുമ്പം അവരതിന് എന്നും വെള്ളം ഒഴിക്കുമ്പോ അവർ ഈ പിള്ളേരെ ഓർക്കൂലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെടി തന്നെ മതി. രണ്ടുപേർക്ക് നല്ല ഭംഗിയുള്ള ഒരു പോട്ടില് 2 സക്കുലന്റ് മേടിച്ചു കൊടുത്തു. നിങ്ങളുടെ അല്ലേ ശരിക്കും ക്രിയേറ്റീവായിട്ട് എസ്തെറ്റിക്കിലൊക്കെ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ തങ്കോർസുകളുടെ മറ്റേ ഇതിന്റെ ഒരു ഇൻകാർണേഷൻ ആണല്ലോ ഇവിടെ കാണുന്നത്. ഞാൻ വാള് പിക്ചറൈസ് ചെയ്തോളാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരുടെ ഐഡിയ?
ഇപ്പൊ ഈ വീട് സെറ്റ് ചെയ്തത് ഇന്റീരിയർ ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ഒരു വലിയ ഇന്റീരിയർ ഇതൊന്നുമില്ല, രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഒരു ഗളി വൈബാണ് എനിക്ക് സാധനങ്ങളെ കുറച്ച് ഫ്ലവറി, കുറച്ച് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളോട്. പക്ഷെ അശ്വിന് കുറച്ചുകൂടി ഒരു ന്യൂട്രൽ കളേഴ്സ്, ഇംഗ്ലീഷ് കളേഴ്സ്, കുറച്ചുകൂടി ഇപ്പൊ ഈ പറയുന്ന കളറൊക്കെ ഇല്ലേ, ഇപ്പൊ ഈ ക്രീം കളർ, ഇതൊക്കെ അശ്വന്റെ കോൺട്രിബ്യൂഷൻ ആണ്. എനിക്ക് കിടക്കുന്ന യെല്ലോ മാക്രം ഒക്കെ കണ്ട അതേപോലെ എനിക്ക് ഇച്ചിരി ഫങ്കി അങ്ങനത്തെ സാധനങ്ങളോടാണ് എനിക്ക് ഇച്ചിരി വൈബ്രന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആയിരിക്കും ഇവിടെ ഒരു കാണുന്ന ഓരോ സാധനങ്ങളും. ചോയ്സ് ഓഫ് ഇങ്ങനെ സാധനങ്ങൾ അല്ലെങ്കിൽ കളേഴ്സ് അതൊക്കെ എങ്ങനെയാ? പേസ്റ്റൽ കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അതിപ്പോ എനിക്കും അതെ, പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടം. വീട്ടിൽ മാത്രം എനിക്ക് കുറച്ച് ഫങ്കി കളേഴ്സ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പം ചത്ത ചതഞ്ഞെന്നും പറഞ്ഞിരിക്കരുതല്ലോ വീട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെടിയും അങ്ങനെയൊക്കെ കുറച്ച് എനിക്ക് കുറച്ച് ലൈവ്ലി ആയിട്ടുള്ള ഒരു വീടാ കുറച്ചുകൂടി ഇഷ്ടം. വീട് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഒരു സ്ഥലമായിരിക്കണമല്ലോ എപ്പോഴും. ഇപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോയി, ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദുബായി പോയിട്ട് തിരിച്ചു വന്നപ്പോ തന്നെ പിള്ളേർ, അപ്പൊ ഞങ്ങൾ ഓർത്ത് പിള്ളേർക്ക് ദുബായി ആയിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. ഇവിടുന്ന് ഇവിടെ വന്നപ്പോ തന്നെ ഐ ലവ് ദിസ്, ഐ മിസ് ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറിയത് തന്നെ. അപ്പൊ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ എയർപോർട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു സുഖം തോന്നുന്നു. ആ സാധനം അവർക്ക് ഫീൽ ചെയ്യുന്നു. അത് കണ്ടപ്പോ ഞാൻ ഓർത്ത് അവർക്കും ഇവിടം തന്നെയാണ് ഇഷ്ടം. എവിടെ പോയെന്ന് പറഞ്ഞാലും ഇവിടെ തന്നെ വരുന്നതാണ് ഇഷ്ടം. നിങ്ങൾ ഈ പരസ്പരം ടൈം കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ, ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത്, അത് എപ്പോഴെങ്കിലും അതിനെങ്ങനെ ഞങ്ങൾ തമ്മിലോ? നിങ്ങൾ തമ്മില് അത് കുറവാ. അതുണ്ട്, പക്ഷെ അശ്വൻ എന്ത് ചെയ്താ പിടി തരൂല. ഇപ്പം ഇങ്ങനെ കുറെ പൊട്ട ചോദ്യമൊക്കെ ചോദിച്ചോണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ഇപ്പൊ എന്താ കഴിക്കാൻ വന്നിരിക്കുമ്പോ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കഴിക്കുമ്പോൾ TV കാണാൻ പാടില്ല. അതിൽ ഞങ്ങൾ തമ്മിൽ അത് ബേസിക്കലി സ്ക്രീൻ പാടില്ല. ഞാൻ ആ സമയത്തെ ന്യൂസ് കേൾക്കുള്ളൂ. ആ സമയത്ത് മാത്രം അശ്വനെ കണ്ടാൽ മതി, വേറെ ഒരു സമയത്തും കാണണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളേർക്കും ആ ഒരു ഹാബിറ്റ് കിട്ടൂല. നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഓവറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ പിള്ളേർക്ക് ഫോൺ കാണിച്ചു കൊടുത്ത് അമ്മമാര് ഫുഡ് കൊടുക്കുന്നില്ലേ, വയറ് നിറച്ച് കഴിച്ചു, എന്തിനാ കുത്തിക്കയറ്റുന്നേ? ആവശ്യമില്ലാതെ കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് കഴിച്ചാൽ മതി. നമ്മുടെ എല്ലാവരുടെയും വയറെന്ന് പറഞ്ഞാൽ വയറിന് ഇത്രേ സൈസുള്ളൂ, അതിനുള്ളത് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ വിശപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബേസിക് നീഡാ. അപ്പൊ വിശക്കുമ്പം തന്നെ കഴിക്കും. അപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആട്ടാ. അവള് തിന്നുമോനെ ഇത് വേണ്ടേ അടുത്ത സാധനം തരാം, ഇത് വേണ്ടേ അടുത്ത സാധനം തരാന്ന് പറഞ്ഞു കൊടുക്കും. ഞാനങ്ങനല്ല, വേണോ വേണമെങ്കിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ അടുത്ത ഇനി അടുത്ത ടൈം ആവുമ്പോ അടുത്ത് ചോറേ ഉള്ളൂ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഇതാണ്, വേണമെങ്കിൽ കഴിച്ചാൽ മതി. അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിള്ളേരെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഒരു പാടുമില്ല. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല, ഇവരെ കൊണ്ട് നമുക്ക് എവിടെ പോകാനും ഒരു പ്രശ്നമില്ല, എവിടെയും ജീവിച്ചോളും. എവിടെയും കിടന്നോളും, എവിടെയും ജീവിച്ചോളും, എന്ത് ഭക്ഷണം വേണേലും കഴിച്ചോളും, ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ജങ്ക് കഴിക്കത്തില്ല. നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോഴും ഞങ്ങൾ പഴം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കോൺ വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ വെള്ളം മേടിക്കാൻ കയറുമ്പം അവിടുന്ന് ഒരു ബിങ്കോ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ലേസ് വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അത് ഇപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പഴമോ ഓറഞ്ചോ, അവർക്ക് കഞ്ഞിയൊക്കെ കൂടുതൽ ഇഷ്ടം. കഞ്ഞിയും പയറുമാണ് ഏറ്റവും ഇഷ്ടം. അതാ കൂടുതലൂടെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ദോശ പിള്ളേരുടെ വ്യത്യസ്തമായ ഒരു ജീവിതം അല്ലേ? അങ്ങനെ അവർക്ക് ഇഷ്ടം. അതാണ് നോർമൽ. പക്ഷെ നമ്മൾ സാധാരണ കുട്ടികളിൽ കാണുന്ന അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ന്യൂട്ടല്ല ഇതുവരെ കഴിച്ചിട്ടില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഒരു എന്ന് വെച്ച് ചിലപ്പോ ഇനിയിപ്പോ ഇത് കണ്ടിട്ട് എന്നെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യാൻ വരും. പക്ഷെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡും കൊടുക്കാറില്ല. അതിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് വരെ ഒരു ആന്റിബയോട്ടിക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പനിയും ജലദോഷവും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ വാക്സിനേഷൻ എടുക്കുമ്പോൾ എപ്പോഴും പ്രാവശ്യം പനി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് വന്നായിരുന്നു, അപ്പൊ പിന്നെ ഞങ്ങൾ മരുന്ന് കൊടുത്തില്ല. മരുന്ന് കൊടുക്കൂല, അതായത് ഡോക്ടർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നല്ല കേട്ടോ. അതായത് നമുക്ക് ബോഡിക്ക് നാച്ചുറലി ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കും. അത് ആ നാച്ചുറലി അത് ഹീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ഡോക്ടറെ വിളിച്ച് സംസാരിക്കും, ഡോക്ടറോട് ചോദിക്കും എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഡോക്ടറിന് അറിയാം. അപ്പൊ ഡോക്ടർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്നില്ലെങ്കിൽ നാരങ്ങയും തേനും അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇത് ചെയ്യേ.
അതല്ലാന്നുണ്ടെങ്കിൽ പയ്യെ ഡോളോട് ഇതിന്റെ എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറയും, ഇത്ര ml വെച്ച് കൊടുത്താൽ മതി എന്ന് പറയും. എന്നാലും ഡോക്ടർ പറഞ്ഞാലും ഞാൻ ഒരു ദിവസം കൂടെ ഒന്നുകൂടെ നോക്കും. അത് ചിലപ്പോ അപ്പോഴേക്കും അത് പോവും. കൂടുതൽ ടൈമും കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവര് അവരുടെ ബോഡി തന്നെ ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മുടെ ബോഡി തന്നെ ഇങ്ങനെ പനിയും ജലദോഷമൊക്കെ വന്നു പോയാലേ നമ്മുടെ ബോഡിയിൽ ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരു ചെറുതായിട്ടൊന്ന് ചുമച്ചാലോ പനി വന്നാലോ ജലദോഷം വന്നാലോ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ മരുന്ന് കൊടുക്കുകയോ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതിന് ഇരട്ടി കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചുമയും ജലദോഷവും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ മരുന്ന് കഴിക്കുന്നതോടും നമുക്കിത് ഫ്രീക്വന്റ് ആയിട്ട് വരും. നേരത്തെ പറഞ്ഞില്ലേ കോൺവെർസേഷൻ കുറച്ചൊന്ന് നീട്ടാൻ വേണ്ടിയിട്ട് പല പല വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. അതിൽ ഓർമ്മയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാ ഞങ്ങൾ തമ്മിലുള്ള? ഈ എന്റെ 5 ക്വാളിറ്റീസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും അച്ഛന് പറയാൻ ഒന്നേ ഉള്ളൂ, എന്റെ ഏറ്റവും പോസിറ്റീവ് ഉള്ളത് എപ്പോ ചോദിച്ചാലും നീ സ്ട്രേറ്റ് ഫോർവേഡാ, നിന്റെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ്. ഇങ്ങനെ ഈ സ്ട്രെസ് ഒന്നും എനിക്ക് എടുക്കണ ഇഷ്ടമല്ല. മറ്റേ പണ്ടാരോ പറയുന്നത് വേർപ്പിന്റെ അസുഖം എന്തിനാ പറയുന്നത് ടെൻഷൻ അടിക്കുന്നത്, നമ്മളിങ്ങനെ പോവാ. അങ്ങനെ എന്റെ ഒരു മെന്റാലിറ്റി. എന്റെ ഒരു 3 ക്വാളിറ്റി പറയാം. സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സും ഓണസ്റ്റി അല്ലാത്തത് ഇത് രണ്ടും എപ്പോഴും പറയുന്നത്. അത് രണ്ടും പിന്നെ കെയറിങ് ഭയങ്കര. അതൊക്കെ വേറെ എന്തുവാ, വേറെ അതൊക്കെ ഉള്ളൂ. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ. ഒരു 3 നെഗറ്റീവ് പറ. നെഗറ്റീവ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് കൂളാവും ചെയ്യും. എടുത്തിയാട്ടം ഉണ്ട്. അത് തന്നെ പറഞ്ഞു, എടുത്തിയാട്ടം. അത് ഞാൻ എപ്പോഴും പറയാം. എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടേ. അത് രണ്ടുള്ളൂ. ഈ അടുത്ത് ചാടല്ലേ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേസ് കൊടുക്കേണ്ട കാര്യമല്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ തിരിച്ചു മറുപടി ആയിട്ട് പറഞ്ഞത്? അല്ല, അത് പിന്നെ അവളെ എനിക്കത് പറഞ്ഞു തന്ന, അവൾക്ക് ഡിപ്രഷൻ വന്നു, അത് അവൾക്ക് മാനസികമായിട്ട് അതൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് പിന്നെ പറഞ്ഞ ഓക്കെ കുഴപ്പമില്ല. അശ്വൻ പറയുന്നത് ഇത്രയും എല്ലാം വലിയ പ്രബലരായ എല്ലാം അങ്ങനെ അല്ല. നമ്മൾ പ്രൊഡ്യൂസേഴ്സ്, അവരും അതല്ല. വെറുതെ നമ്മളൊരു വഴക്കിനും വല്ല കുറച്ചുകൂടെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ. നമുക്കത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പേഴ്സണലി പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് പോയി പ്രൊഡ്യൂസേഴ്സിൽ പോയി പറയാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാം എന്താ പോസിറ്റീവായിട്ട് കിട്ടുന്ന നടക്കുന്ന കാര്യമല്ല. അതും ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്കത് അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്തിനെ ഇവർക്ക് ഡിപ്രഷൻ പോലെ വന്നു ആയപ്പോഴാണ് ഞാൻ തിരിച്ചത് ഫൈറ്റ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കേണ്ടി വന്നേനെ. എനിക്ക് ഞാൻ ഈ പിള്ളേർക്ക് മരുന്ന് കൊടുക്കൂല എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ മാക്സിമം മരുന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിനാണ് വന്നത്. ബേസിക്കലി കയ്പുള്ള ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പണ്ട് ഈ എനിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ, പനിയൊക്കെ വരുമ്പോൾ പപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കഴിയുമ്പോൾ ഒരു മരുന്ന് തരുമല്ലോ. അപ്പൊ മരുന്ന് തരുമ്പം ഞാനിത് കഴിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ക്ലോസറ്റ് കൊണ്ടിട്ട് ഫ്ലഷ് ചെയ്യും. ഇതായിരുന്നു പണ്ട്. പിന്നെ എനിക്കത് മനസ്സിലായി, ഇതില്ലെങ്കിലും പനി മാറും, ഇത് കഴിച്ചാലും കഴിച്ചില്ലേലും പനി മാറും, അല്ലെങ്കിൽ ചുമ മാറും, അസുഖം എന്തായാലും നമ്മള് കഴിച്ചാലും കഴിച്ചില്ലേലും ചുമ ശരിക്കും പാരസെറ്റമോൾ ഇതൊക്കെ സ്കാമാന്നാ പറഞ്ഞത്. ശരിക്കും നമുക്ക് പനി വന്ന ഒരു 3-4 ദിവസം എന്തായാലും നിൽക്കും. ബേസിക്കലി ഇപ്പം നമ്മള് ചുമക്ക് മരുന്ന് കഴിക്കത്തില്ല, ടോണിക്ക് കഴിക്കുന്നത്, നമ്മളെ ഉറക്കമാ. ബേസിക്കലി നമ്മളെ ഉറക്കം വരിക. നാളെ കൊറേ ഡോക്ടർമാരെല്ലാം കൂടെ ഇവരുടെ വീഡിയോ മറ്റേ നവ്യ പെട്ടതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രിസ്മസിന്റെ കാര്യങ്ങൾ മാത്രം ഭാര്യയും ഭർത്താവും കിടക്കുന്നോണ്ട് മരുന്ന് കഴിക്കരുതെന്ന് പറയാണ്. നാട്ടുകാരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത്. മരുന്ന് കഴിക്കാനുണ്ടോ, ആവശ്യത്തിന് മരുന്ന് കഴിക്കണം. നമുക്ക് പിടുത്തം പെടുമ്പോ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കും. രണ്ടുപേരും മരുന്നുകൾ അല്ല, ഞാൻ കഴിക്കും. എനിക്ക് അങ്ങനെ അസുഖങ്ങൾ വരാറില്ല, കുറവാ. ടച്ച് വിട്ട മരുന്ന് കഴിക്കാൻ അല്ലല്ല, അങ്ങനെ പറയുന്നല്ലേ. മരുന്ന് കഴിക്കാൻ ഇവക്ക് ഇപ്പൊ ഡെങ്കി വന്നിട്ട് മരുന്ന് കഴിച്ചല്ലേ കിടന്നത്. അവിടെ ഹോസ്പിറ്റൽ ഐസിയുലല്ലോ സ്റ്റെറോയിഡ് അടിച്ചത്. പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ മരുന്ന് എടുത്തിട്ടില്ലേ? അതല്ല, അങ്ങനല്ല. അല്ലാതെ ഇപ്പൊ നമുക്ക് പനി, ജലദോഷം, അങ്ങനെ എങ്ങനെയൊക്കെ വരൂലേ, അപ്പോഴേക്കും ഓടിപ്പോയി മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. നാളെ എനിക്കൊന്ന് പനിക്കുന്നു തോന്നുന്നു, എനിക്ക് ചുമയുണ്ട്, അപ്പത്തേക്ക് മരുന്നെടുത്ത് കഴിക്കത്തില്ലേ? അങ്ങനൊന്നും ഇല്ല. ഒരു ചുമ വരുന്ന, ഒരു ജലദോഷം, തൊണ്ടയിൽ കിച്ചുണ്ട്, ഇപ്പോഴേ മരുന്ന് കഴിച്ചാൽ അത് മാറും, അതില്ല.
അത് വന്ന് പോവാനായിട്ടുള്ളൊരു ടൈം കൊടുക്കും. ഇപ്പൊ നമ്മള് സിനിമ ഇൻഡസ്ട്രീന് പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമുക്ക് തോന്നുന്ന ഈ ഗ്ലിറ്റും ഗ്ലാമറും അല്ലെങ്കിൽ മൊത്തത്തിൽ സെലിബ്രേറ്റഡ് ഏരിയ ആണെന്നാണല്ലോ നമുക്ക് തോന്നുക. ശരിക്കും ഇതിനകത്ത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒട്ടും ജനുവനില്ലാത്ത ആളുകളും ആണ് നമ്മൾ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? നമ്മൾ അതിനെ പറ്റി ഒന്നും പറയാൻ ആളല്ല. അത് ഒന്നാമത്തെ കാര്യം. പേരിന്റെ അല്ല ഞാൻ പറഞ്ഞ, ജനറലി ഞാൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ. ഓരോ അപ്പം അത് വെച്ച് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനും പാടില്ല. പിന്നെ അവരല്ലല്ലോ അവരെ ഇതാക്കുന്നത്. അവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അവർ വലുതാവുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു സെലിബ്രിറ്റി സത്യത്തിൽ ആ ഒരു ഫീല് ഒന്നും നമുക്ക് ആ ഡിഫറൻസ് ഇപ്പൊ മനസ്സിലാവൂല. പിന്നെ കുറെ നാള് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു റിയാലിറ്റി മനസ്സിലാവുന്നത്. നമ്മൾ സാധാരണക്കാരല്ലായിരുന്നു ഇത്രയും നാളും. അത്രയും നാളും എൻ്റെ വിചാരം നമ്മളും എല്ലാവരെയും പോലെ തന്നെയല്ലേ. ഞാൻ ആ യൂട്യൂബ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എല്ലാവരോടും ഞാൻ സാധാരണക്കാരായ ആളുകൾ, വീട്ടമ്മമാര്, ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാര്, പിന്നെ എല്ലാ രീതിയിലുള്ള ആൾക്കാര് ഒക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും നാളും റിയാലിറ്റിയിലല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നവരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും. കാര്യം നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ നിന്നല്ലേ വളർന്നത്. നമ്മളും അവരിൽ ഒരാൾ തന്നെയല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമയിൽ അഭിനയിച്ചു, കുറച്ച് ഫെയിം കിട്ടി എന്നല്ലാതെ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മൾ മനുഷ്യരല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളും ഈ കൂട്ടത്തിൽ നിന്നല്ലേ വന്നേന്നുള്ളത്. പക്ഷേ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫ്രണ്ട് സർക്കിളും എല്ലാം മാറുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ ഇത് സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അത് മനസ്സിലാക്കിയത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്. ശരിക്കും സാധാരണക്കാരായ ആൾക്കാരോട് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും അതൊക്കെ തന്നെയായിരിക്കും എൻ്റെ ചിന്തകളിലൊക്കെ ഒത്തിരി മാറ്റം വന്നു എന്ന് പറയില്ലേ. ഞാൻ ഒത്തിരി ഇവോൾവ് ആയി. ഞാൻ ആസ് എ പേഴ്സൺ ഒത്തിരി ഇവോൾവ് ആയി. ഞാൻ എൻ്റെ ഇപ്പൊ ഈ റിലീജിയസ് ചിന്താഗതി ഒക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊരു റിലിജന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയി. എടുത്തിയാട്ടം കുറെയൊക്കെ കുറഞ്ഞു. അതൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ പിള്ളേരുണ്ടായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ഇങ്ങനെ ആളുകളായിട്ടൊക്കെ സംസാരിച്ച് ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ ശരിക്കും നമ്മൾ ഡോക്ടറോട് ചോദിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയാണ് എല്ലാവരും. ചേച്ചി എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞെല്ലാം ഇനി ഞാൻ ഇതിനെന്ത് ചെയ്യാൻ മറുപടി പറയും എന്ന് പറഞ്ഞ് അങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് ഞാൻ ഇവരുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ തുടങ്ങുന്നതും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നാളും ഡിറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ഒരു റിയലൈസേഷൻ പലർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. എപ്പോഴും തോന്നുക ഞാനും നിങ്ങളിൽ ഒരാളാണല്ലോ, ഞാനും ഇത് തന്നെയാണല്ലോ, നമ്മൾ തമ്മിലൊരു വ്യത്യാസം ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ നമ്മളറിയാതെ നമ്മുടെ ചുറ്റുപാട് മാറുന്നുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് മാറുന്നുണ്ട്, നമ്മുടെ അറിവുകൾ മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹം നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്യുമല്ലോ എപ്പോഴും റൂം ഇതൊക്കെ. ഇപ്പൊ അത് ആളുകൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ആയിട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര വ്യൂ അതിന്. അതായത് ആളുകൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുക, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ എപ്പോഴും ഐഡിയ തോന്നിയിട്ടുണ്ടോ? അതുമല്ല ഞാൻ വല്ല വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ആക്കലൊന്നും അല്ല. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുന്നല്ലാതെ കൂടുതൽ നീറ്റ് ആക്കലൊന്നും ഇല്ല. അല്ലല്ല, ക്ലീൻ ആക്കിയിടും. ക്ലീൻ അല്ലെങ്കിൽ ആ മേഡിനോട് പറയും, ക്ലീൻ ചെയ്യാൻ പറയും. അല്ലല്ല, കറക്റ്റ് വൃത്തിക്ക് ഇരിക്കണം. പിന്നെ ഞാനിപ്പോ ആക്ച്വലി വിചാരിച്ചത് വിഷ്ണു ചോദിക്കാൻ വരുന്നത്, ഇപ്പം അശ്വൻ ഒരു സിനിമയുടെ ഒരു ബന്ധവുമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ വന്നത്. എനിക്കാണ് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് വരുന്നത്. അപ്പം ഈ സാധനം എപ്പോഴെങ്കിലും ക്ലാഷ് ആയിട്ടുണ്ടോ എന്നായിരിക്കും ചോദിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ലാഷും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഫാസിനേഷൻ ഇല്ല. എന്താ അതിന് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. ഞാൻ ആദ്യം എനിക്ക് മാരേജ് വന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. 4 വട്ടം പറഞ്ഞു. 5 ഫാദർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂ. 4 വട്ടം താല്പര്യം. ഞാൻ ലാസ്റ്റ് വിളിച്ചിട്ട് ലാസ്റ്റ് മാരേജ് നമ്മള് ഈ എലീറ്റ് മാട്രിമോണി എന്ന് പറയും. നമുക്ക് ഒരാളുണ്ടാവും, ഒരു മീഡിയേറ്റർ ഉണ്ടാവും. ഭാരത് മാട്രിമോണിയുടെ അല്ലേ, ഭാരത് മാട്രിമോണി കേരള മാട്രിമോണി, ഭാരത് മാട്രിമോണി. അപ്പൊ ഇടയിക്കുന്ന ഒരു ഏജന്റാ നമ്മളെ വിളിക്കുന്നത്. വലിയ പരസ്യമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ഇടണ്ട, പരസ്യം വരെ. അവരിങ്ങനെ വിളിക്കുമ്പോ ഞാൻ പറയാം വേണ്ട. പിന്നെ ഫാദർ വിളിച്ചു, പപ്പ വിളിച്ചു, ഫാദറിനെ വിളിച്ചു.
ആദ്യം ഫാദറിനോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാനിപ്പോ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്നോടും അത് തന്നെയാ ആ പറഞ്ഞത്, ചെന്നൈയിലാന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂരാന്ന് പറഞ്ഞു, ബാംഗ്ലൂരായിരുന്നു. പിന്നെ പപ്പ പറഞ്ഞു നീ ഒന്ന് വന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് എൻ്റെ റിക്വസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്ക്. ഇവള് പറയണേ എനിക്ക് എന്നെ മതി എന്നാ ഇവള് പറഞ്ഞത്. അതുകൊണ്ടാണ് പപ്പ ഇവളെ എന്നെ ഫോഴ്സ് ചെയ്യണേ. എനിക്ക് ലുക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ എനിക്ക് ചുമ്മാ പപ്പ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചപ്പം എനിക്ക് ആ ലുക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞ അല്ല അത് കഴിഞ്ഞ് സംസാരിച്ചു. അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കൂല, ഇതാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു ഞാനങ്ങ് പോയി. പപ്പ ആ ഓക്കെ കിട്ടിയത് അതുവരെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഇത് ഓക്കെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും പപ്പ ഉടനെ വിളിച്ച് അങ്ങനെ ഞാൻ ഒരു 3-4 വട്ടം നോ പറഞ്ഞിട്ടാ പിന്നെ അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ കണ്ടപ്പോ തന്നെ അന്ന് തന്നെ ഓക്കെ ആയി. ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഞങ്ങൾ സംസാരിച്ചപ്പം ആ ഒരു വൈബ് കിട്ടിയല്ലോ. ഒരു എന്ത് പറഞ്ഞപ്പോൾ ഒരു ചിയേഴ്സ് പോലെ ഫീലിംഗ് തോന്നിയത്? അങ്ങനല്ല, നമ്മുടെ കുറെ അന്ന് കോമഡി ആട്ടോ. ഞങ്ങള് എടപ്പള്ളി പള്ളിയിൽ വെച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അവിടെ കൊണ്ടുവിട്ടു എടപ്പള്ളി പള്ളിയില്. ഭയങ്കര മഴയാണ്. അപ്പൊ ഞാൻ വന്ന് വണ്ടിക്കകത്തോട്ട് ഞാൻ കൊടയൊക്കെ പിടിച്ചാ വന്ന്, വലിയൊരു കാലംകുട പോലത്തെ കുട, കാലംകുട തന്നെ വണ്ടിയിൽ ഒറ്റ കുത്താ. ഞാൻ വന്ന് ഇത് അടച്ചു വണ്ടിയിലോട്ട് കയറിയത് എന്നെ നോക്കുന്നു പോലും ഇല്ല. കൊട എടുക്കുന്നു, ബാക്കിലോട്ട് വെക്കുന്നു, ഇതെല്ലാം എന്നിട്ട് വീണ്ടും നോക്കുന്നു, അത് ഓക്കെ അല്ല, അതിനകത്ത് വെള്ളം വീഴുന്നുണ്ടോ ഇത് തന്നെ. അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ലുലു മോളിലേക്കാ പോയെന്ന് തോന്നുന്നല്ലേ. ലുലുവില് ചെന്ന് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ അങ്ങ് നടക്കുക. അപ്പം ഇറങ്ങി നടന്നിട്ട് വീണ്ടും തിരിച്ചു പോയി വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഈ ചെരുപ്പ് മാറ്റി വേറൊരു ചെരുപ്പെടുത്ത് വണ്ടി ഓടിക്കാൻ വേറെ ചെരുപ്പ്. ഞാൻ ഇതെന്താ വണ്ടി ഓടിക്കാൻ വേറെ ചെരുപ്പാ. മനസ്സിലാക്കില്ല, അന്ന് എനിക്ക് അസുഖം എന്താന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് എവിടെയാ പോയത്? കോൺജൂറിങ് കാണാൻ പോയി. എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പം നേരെ കോൺജൂറിങ് 2 കാണാനായിട്ട് പോയി. ചെയ്യാൻ പറ്റിയ കാര്യം ഇപ്പൊ അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതായല്ലോ. ഇനിഷ്യലി വരുമ്പോ നമുക്ക് അറിയത്തില്ല, നമ്മൾ പ്രൊഫൈല് കാണുന്നു, ഫോട്ടോ കാണുന്നപ്പോ പ്രൊഡ്യൂസർ നമ്മൾ പ്രൊഫൈൽ നമ്മൾ നോക്കുമല്ലോ. പൊതുവെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ജാടക്കാരി. എന്നെ സ്കൂൾ മുതലേ ആൾക്കാർ എല്ലാരും പറയും, ഓ സംസാരിച്ചപ്പോഴാട്ടോ മനസ്സിലായി, ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഭയങ്കര അഹങ്കാരമാന്ന്, ഭയങ്കര ജാടാന്നുള്ളൊരു സാധനമാണ്. എനിക്ക് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ജാട എന്ന് പറഞ്ഞാൽ. അതുപോലെ ആൾക്കാർക്ക് എപ്പോഴും എന്നോട് വന്ന് സംസാരിക്കാനും ഒക്കെ മടിയാ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും അറിയത്തില്ല, ആ ഒരു സാധനമുണ്ട്. അപ്പം പിന്നെ സിനിമയിൽ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുമ്പോൾ അതും ആ സമയത്ത് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറും കൂടാണല്ലോ. അപ്പൊ ഇവരുടെ വീട്ടിൽ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അതിലേക്കൊക്കെ വന്ന് ഞാൻ അഡ്ജസ്റ്റ് ആവുമോ എന്നൊക്കെ, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ലായിരുന്നു. എനിക്ക് പ്രശ്നം വന്നത് ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് മറ്റേ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. അതുവരേക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ. പണ്ട് മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്ന സന്ദർഭ തോമസ് ഒരിക്കലുമില്ല. അങ്ങനെയല്ല, ഇപ്പൊ പേജ് 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസിന്റെ ഒക്കെ ഷോസിലൊക്കെ വന്നിട്ടുണ്ട് സന്ദർഭ തോമസ്, ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആകെ ഒരു പ്രാവശ്യം മോഡലിംഗ് ചെയ്തിട്ടുള്ളൂ. അതൊരു മാറ്റിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടാണ്. മാറ്റിൻ വന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒരു സാധനം റാംബോക്കെ ചെയ്യാവുന്ന പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്, വെറുതെ നടന്നാൽ മതി എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പോയി ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മുടെ ബോഡി ഒരുപാട് ചേഞ്ച് ആവുമല്ലോ. ഇത് പിന്നെ ആളുകൾ ഫസ്റ്റ് നമ്മുടെ കുറെ കാലമായിട്ട് അറിയുന്ന ഫസ്റ്റ് ആദ്യത്തെ ഒരു 3 സെക്കൻഡിൽ തന്നെ നമ്മുടെ ബോഡിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കും അവര്. കറുത്തല്ലോ, തടിച്ചല്ലോ, മെലിഞ്ഞല്ലോ, വെളുത്തല്ലോ, എന്തെങ്കിലും ആദ്യത്തെ 3 സെക്കൻഡ് അത് പറഞ്ഞേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്ന ആളുകളെ തിരുത്താൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല. കാര്യം ഞാനത് യൂസ്ഡാ. കൊച്ചിലെ മുതലേ കേട്ട് തടിച്ചല്ലോ, തടി കൂടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അവരെന്നോട് സ്നേഹത്തോടെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പലപ്പോഴും. അല്ലാതെ പറഞ്ഞേക്കുന്നവരും കളിയാക്കി പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അതല്ലാതെ അയ്യോ തടിച്ചല്ലോ, ഇതെന്ന് തടി കുറയ്ക്ക്, ഇത്രയും കൂടരുത് എന്നൊക്കെ പറഞ്ഞ് കൺസേൺഡ് ആയിട്ട് പറയില്ലേ, അത് ശരിക്കും ഞാൻ കൊച്ചിലെ മുതലേ ഒരു ഇച്ചിരി തടി ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയ, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തടി കുറയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതെനിക്ക് അനോയിങ്. അതല്ലാതെ
നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മൾ കുറേ നാൾ കൂടി കാണുന്നു, അപ്പോൾ അവർ കാണുമ്പോൾ അയ്യോ തടി കൂടിയല്ലോ എന്ന് പറയുന്ന അതെനിക്കൊരു ബോഡി ഷേമിങ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. അത് അവർ എന്നോടുള്ളൊരു കൺസേണിൻ്റെ പുറത്ത് പറയുന്നതായിട്ടേ തോന്നി. ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. ക്രിസ്മസ് എന്താണ് പ്ലാൻസ്? ക്രിസ്മസിന് ഞങ്ങൾ US-ലായിരിക്കും. ഈ പ്രാവശ്യം സാൻ ഫ്രാൻസിസ്കോയിൽ ക്രിസ്മസ് മഞ്ഞുമൂടിയ അതെ അമേരിക്കൻ നഗരങ്ങളിൽ തേരാപ്പാരാലയായിരിക്കും. ഏതായിരുന്നു സിനിമയുടെ പേര്? സെറൻഡിപിറ്റി അല്ലേ? സെറൻഡിപിറ്റി സാൻ ഫ്രാൻസിസ്കോയിലല്ലേ? ആണ്. അപ്പോൾ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു അല്ല, അങ്ങനെയൊന്നുമില്ല, റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അവിടെ തണുത്തിട്ട് നടക്കാൻ പറ്റത്തില്ലായിരിക്കും, അതേ സ്ഥിതി. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് വിഷ് പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. മെരി ക്രിസ്മസ്. രണ്ട് വരിയിൽ കൂടാവായ എല്ലാവർക്കും നമ്മുടെ വേൾഡ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ഒരു അടിപൊളി വർഷമാകട്ടെ അടുത്ത വർഷം എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടുപേരെയും ഇനിയും സിനിമകളുമായിട്ടും പ്രൊഡക്ഷനായിട്ടും ഒക്കെ നമുക്ക് കണ്ടുകൂട്ടാനാവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.